വെറുതെ ബെല്ലടിച്ച് വിരലിന്റെ ഇൻസ്റ്റേഷൻ കളയണ്ട. നിന്നെ ഇനി ഇവിടെ താമസിപ്പിക്കണോ വേണ്ടതെന്ന് ഹരിപ്രസാദ് കൂടി വന്നിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. ഞാൻ നേരത്തെ കൃത്യമായിട്ട് ഇവിടെ എത്തിക്കോളും. ഒരു പ്രേമദാസൻ, ബാക്കിയുള്ളവന്റെ കൂടി മാനം കളയാൻ നടക്കണ അലവലാതി. എന്റെ അമ്മോ, ഈശ്വര, ഇവൻ ആര്? ആരാ? പ്രേമദാസല്ലേ? അല്ല, ഞാൻ ബാഹുലയൻ. ഓ, ബാഹുലയനാ? എന്താ പേര് മാറ്റണോ? ഇവിടുത്തെ ബ്രഹ്മചാരിമാരിൽ 3. അതെ. വൈദ്യരുടെ ഡ്രൈവറാണല്ലേ? ആണെങ്കിൽ ഞാൻ ഹരിപ്രസാദിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. ഞാൻ പറഞ്ഞതൊക്കെ ഒളിഞ്ഞു നിന്ന് കേട്ടിവൻ അടവ് പ്രയോഗിക്കുകയാണല്ലേ. എന്താ അവിടെ? എന്തെങ്കിലും ആവട്ടെ. അല്ല, ഹരിയുടെ ഫ്രണ്ടാണെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ പതുങ്ങി നിന്നത്? ഞാൻ പതുങ്ങിയതൊന്നുമല്ല. എനിക്ക് ഈ നടുവിന് ചെറിയൊരു വേദന. അപ്പൊ ഈ ചുമര് കണ്ടു കഴിഞ്ഞാൽ ചാരി നിന്നിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് എടുത്താ നടുവിന് വേദന മാറും ഡോക്ടർ. അല്ല, എക്സസൈസ് എടുക്കാൻ എന്തിനാ കത്തി? അത് പിന്നെ എനിക്ക് എപ്പിലെപ്സി ഉണ്ടേ. എന്നിട്ടത് എന്തിയേ? എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ ഈ അപസ്മാരം. ഒരു മുൻകരുതലായിട്ട് കത്തി കരുതിയെന്നുള്ളൂ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്ത് കയറിയുള്ള കളിയൊന്നും വേണ്ട, അകത്ത് കയറാൻ വരട്ടെ. ഹരിപ്രസാദ് ഉടനെ വരും. ഹരിപ്രസാദ് വന്നിട്ട് അകത്ത് കയറിയാ മതി മോനെ. അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തു. ഹലോ, ഇവിടെ എടോ, ഞാൻ ഊണ് കഴിച്ച് ചെന്നിട്ട് വേണം ഹരിപ്രസാദിന് വന്ന് ഊണ് കഴിക്കാൻ. ഞങ്ങൾ സ്വയം പാചകമാ. സ്വയം പാരേ? സ്വയം പാരയല്ല, സ്വയം പാചകം. നിങ്ങൾ ടൗണിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിട്ടൊക്കെ വാ. ടൗണിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അതെന്താ? അത് എനിക്കിവിടെ ആരും പരിചയമില്ല. മാത്രമല്ല, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ. ഇതെന്താ കയ്യില്? നാഗതന്തി വേരാ. ഊണ് കഴിച്ച് ഞാൻ കുറച്ചു നേരം ഇതെടുത്തിന്റെ പുറകെ പിടിച്ച് നടക്കുന്ന എന്റെ ഒരു ശീലമാ. മാനസിക ധൈര്യത്തിന് പറ്റിയ മരുന്നാ. വൈദ്യശാലയിലെ പണിയായതുകൊണ്ട് മരുന്നിനെ കുറിച്ച് നല്ല പിടിയാണല്ലേ? നല്ല പിടിയാ. ഒരു പിടി എപ്പോഴും കയ്യിലിരിക്കണത് നല്ലതാണല്ലോ. അത് നേരാ. ഞാനല്ല അടിച്ചത്, നാഗതന്തി വേരാ. ഇവിടെ പതി. സോറി കേട്ടോ ഇന്റിമേറ്റ് ഫ്രണ്ടേ, ഇത് സിറ്റിയാണേ. അച്ഛേ, ഐഡന്റിറ്റി കാർഡ് ഇല്ലാതെ സ്വന്തം അച്ഛനമ്മനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണ്. അങ്ങോട്ട് നീങ്ങിക്കടാ. നീ വിളിക്ക്. ആളതല്ലെങ്കിൽ ഈ നാഗതന്തി ഒന്നുകൂടി പ്രയോഗിക്കാം. പ്രയോഗിക്കേ? ഹരി, ഞാനാ ജയദേവൻ. നീയായിരുന്നു. നീ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഈവൻ വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരൊത്തും പിടിയും കിട്ടിയില്ല. വരാന്തേലും വന്ന് പതുങ്ങിന്നോ, കാര്യം ചോദിച്ചപ്പോ കടാരെ നീട്ടിന്നൊക്കെ പറഞ്ഞപ്പോ. സോറി ഇന്റിമേറ്റ് ഫ്രണ്ട്, ഞാൻ ആളറിയാതെ. സാരമില്ല, സാരമില്ല. ഇത്രയും കൊണ്ട് അവസാനിച്ചു തന്നെ കാരണവന്മാരുടെ ഗുരുത്തം കൊണ്ടാ. അതെ. നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഒക്കെ ഞാൻ പറയാം. ഇത്തിരി വെള്ളം തരൂ. ഇവിടെ മാമ്പള്ളി എവിടെയെന്നാ? അത് ശരി. മാമ്പള്ളി ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്താ എല്ലാവരും നോക്കി നിൽക്കണേ? ജോലി ചെയ്യാ. മാമ്പള്ളി, ഭരണി കയറി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒളിച്ചതല്ല, അരണിക്ക് സുഷിരങ്ങൾ ഉണ്ടോന്ന് നോക്കുമായിരുന്നു. ബേഷ് ബേഷ്. ദന്ത്യത്തിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് അറിയുവോ?
നാഗതന്തി വരെ, കുമ്പിൽ വരെ, കൂവള വരെ, മുഞ്ഞ വരെ, മൂവില വരെ, ഒരില വരെ, പലകപ്പയ്യാനി വരെ, കറുത്ത ചുണ്ട വരെ, വെളുത്ത ചുണ്ട വരെ ഇത്യാദി ചേർത്ത് ഒരു ഫലം വീതം. പിന്നെ കറുത്ത ചുണ്ടയും വെളുത്ത ചുണ്ടയും മാത്രമല്ല, ഞെരിഞ്ഞിലും ത്രിബലത്തോടും കൊടുവേലക്കിഴങ്ങും ഒരു ഫലം വീതം ചേർക്കണം വിധിപ്രകാരം. ഓ പറയാഞ്ഞിട്ടല്ല, ഇങ്ങോട്ടിറങ്ങുക. ആ സ്വിച്ചിട്ട ഇതൊക്കെ ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ വരുത്താൻ ധനോല്യാഞ്ഞിട്ടല്ല നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റണേ. ശ്രീ പരമാനന്ദ സിദ്ധഗുരു പറഞ്ഞു തന്ന അതീവ രഹസ്യമായ ഔഷധ കൂട്ടുകൾ പാരമ്പര്യ വിധികളും ആചാരങ്ങളും തെറ്റിക്കാതെ കൃത്രിമത്വമില്ലാതെ ഉണ്ടാക്കണമെന്ന് ഈ നീലകണ്ഠൻ വൈദ്യർക്ക് നിർബന്ധമുള്ളതുകൊണ്ടാ. മനസ്സിലാവുന്നുണ്ടോ മറ്റൊന്ന്? എല്ലാം വിശദീകരിച്ച് ഞാൻ പറഞ്ഞതാണ്. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഒരു കൈപ്പിഴ. പാടില്ല. പറഞ്ഞത് കേട്ടല്ലോ. ഒരണപ്പല്ലേ. ആ നന്നായി. ഗോമൂത്രത്തിൽ അരച്ച് നായ്ത്തിട്ട മേമ്പടി ചേർത്ത് ദിവസത്തിൽ ഒരു 6 നേരമായിട്ട് സേവിച്ചോളാം. അതുകൊണ്ട് എന്താ ഗുണം? ഗുണമൊന്നുമില്ല, വെറുതെ കളയണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. എന്താ കുട്ടി ഇങ്ങനെ പൊട്ടം കടിച്ചു മാതി പറഞ്ഞേ? സുഭദ്രാമച്ചി ഉണ്ണിമാമയെ പോലെ വേണ്ടി സംസാരിക്കുന്നു. ഭഗവാനെ. ഹലോ, എയർപോർട്ടല്ലേ? ആ ഉണ്ണികൃഷ്ണ, കേൾക്കുന്നില്ല? അത് തന്നെ ഞാൻ പറയണത് മനസ്സിലാക്കണോ ആദ്യം? സുഭദ്രേ, ഈ അച്ഛനെ കണ്ണു കാണില്ലേ? ഞാൻ ഉണ്ണികൃഷ്ണ. ഒക്കെ മനസ്സിലായി. ഫോണിങ്ങോട്ട് വെക്ക. ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല. അയ്യോ, ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ ചെയ്ത? കയ്യെന്ന് വിടൂ. ഞാൻ എയർപോർട്ടിലേക്ക് വിളിച്ചതാ. പൊട്ടിത്തെറിക്കാത്ത പ്ലെയിൻ വല്ലതും ഉണ്ടോന്ന് അറിയാനാ. അത് മുഴുവൻ നശിപ്പിച്ചു. അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. ഓപ്പോള് ധൈര്യമായിട്ടിരിക്കുക. ഓപ്പോളോ? നല്ല കഥ. വാസുമാമയ്ക്കും എന്നെ കണ്ടിട്ട് മനസ്സിലാവില്ലാച്ച കഷ്ടാണേ. മമ്പിളി, അശ്വഗന്ധാർ ഇഷ്ടമെടുത്തോളൂ. കുട്ടി മരുന്ന് മുടക്കി അല്ലേ? കുഴപ്പമൊന്നുമില്ല, വേണ്ടാന്ന് സുഭദ്രാമച്ചി എന്നെ പറഞ്ഞത്. അല്ല, അമ്മ അവിടെ പോയിരിക്കാ? സുഭദ്രാമച്ചി അടുക്കളയിലുണ്ട്. ഉണ്ണിയമ്മ എന്നോട് വന്നോളൂ. വരൂ ഉണ്ണിയമ്മ. വാസുമതി, നിനക്ക് ഇത്തിരി കൂടുന്നുണ്ട്. ഞാൻ വന്ന നേരം തൊട്ട് ശ്രദ്ധിക്കണു. നോക്കിയേ, ഈ മരുന്നങ്ങോട്ട് കുടിക്കുക. എന്തിനാ ഇത്? എനിക്ക് അസുഖമൊന്നുമില്ല. ഞാൻ എന്റെ ആദരമോളുടെ പിറന്നാള് കൂടാനായിട്ട് വന്നതാ. അവളെവിടെ? ആതിരമോള് കോളേജിൽ പോയിരിക്കുക. ഓപ്പളി മരുന്ന് കുടിക്കുക. മരുന്നോ? ആർക്ക്? ഞാൻ ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞില്ലേ? വൈകുന്നേരത്തെ വിമാനത്തിൽ വന്നതാ. എന്നാ ഉണ്ണികൃഷ്ണത് കുടിക്ക. എന്നിട്ട് കുറച്ചങ്ങോട്ട് വിശ്രമിക്ക. നല്ല ക്ഷീണം ഉണ്ടാവും. യാത്ര കഴിഞ്ഞ് വന്നല്ലേ, ഈ മരുന്ന് കുടിക്ക. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? നീ സമാധാനമായിട്ടിരിക്കെ. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു താവളം കണ്ടുപിടിക്കാം. മാമ്പുല്യാശനായിരുന്നു. പിന്നെ ആരാണെന്നാ വിചാരിച്ചേ? എത്ര നേരായി പൂജാദ്രവ്യങ്ങളുമായി പുറത്ത് കാത്തു നിൽക്കുന്നു. ഓ എന്താ ചൂട്. അതെ അതെ, ഇന്നൊരു മഴയ്ക്കുള്ള കോളുണ്ട്. എപ്പോഴാ ഇടിയും കുടിക്ക് പെയ്യണേന്ന് അറിയില്ല. അല്ല, എവിടെ താൻ പറഞ്ഞ സഹദേവൻ? സഹദേവനല്ല, ജയദേവൻ. അത് തന്നെ. എവിടെ ആള്? ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരിക. ആള് മിടുക്കനാണല്ലോ. ഞാൻ മാമ്പള്ളി വാസുദേവൻ. എല്ലാരും മാമ്പള്ളിന്നാ വിളിക്കാം. അറിയാം, മർമാണി വൈദ്യരാണല്ലേ? ഔ, താൻ എന്നെ കുറിച്ച് ഇയാളോട് ധാരാളം വർണ്ണിച്ചിരിക്കുന്നു തോന്നുന്നു. ഇരിക്ക. താൻ ഇരിക്കണ്ട, പോയി ഗ്ലാസ് എടുത്തോണ്ട് വരിക. മർമാണി ചികിത്സയൊക്കെ നിർത്തി. ദാ ഇത് വിദേശി, ഇതും ഇത് ദശമൂലം സ്വദേശി, ഇതും രക്തരക്ഷസുകളൊന്നും ശരീരത്തിൽ കയറി പിടിക്കാതിരിക്കാനുള്ള ഒരു രക്ഷാപ്രയോഗം. പോയി വാതിലടയ്ക്കടാ. പ്രേതാത്മാവായിരിക്കും. എന്താ പുറത്തിറങ്ങണ്ട. നമുക്ക് തോന്നിയതാണെങ്കിലോ? നമ്മളിപ്പോ കണ്ടു. അതെ, ഏതായാലും നമുക്ക് നോക്കാം. ഞാനില്ല ഞാനില്ല. നമ്മൾ 4 പേരില്ലേ? വാ നോക്കാന്ന്. പ്രേതം തന്നെയാ. പ്രേതമൊന്നും അല്ല, വിശ്വാസം പാടില്ല. നമുക്ക് വെറുതെ തോന്നിയതാണേ, അല്ലാതെ പിന്നെ
നിങ്ങൾ എല്ലാവരും എന്റെ ഉത്തമ സുഹൃത്തുക്കളാണെന്ന് എനിക്കിപ്പോ ബോധ്യായി. എന്നോട് സ്നേഹമുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ തന്നെയാ എന്റെ മരണ വാർത്ത എഴുതി അറിയിച്ചത്. സത്യമാണോ പ്രേമദാസ? സംശയം ഉണ്ടെങ്കിൽ തൊട്ടുനോക്കിയേ. എന്നാലും ഇത് കുറെ കടുത്തു പോയിട്ടോ. ഇങ്ങനെ ഒരു നാടകം കളിച്ചതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഹലോ, ഐ എം പ്രേതദാസൻ, പ്രേമദാസൻ. ഞാൻ ജയദേവൻ. അറിയാം, ഞാൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അതെ, ഞാൻ ആളല്പ തരികിടയാ, പക്ഷെ സത്യമുള്ളവനാ. അല്ല മാമ്പള്ളി, ആ നീലേണ്ടം വൈദ്യരോട് പ്രതികാരം ചോദിക്കാതെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ പറ്റൂ? എന്നെ അന്യായമായി പിരിച്ചുവിട്ട ആ കംസനെ കൊല്ലാൻ ജനിച്ച ശ്രീരാമനാണ് ഞാൻ. കംസനെ കൊന്നത് ശ്രീകൃഷ്ണനാടോ? ആ, അതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ചെറിയ തർക്കങ്ങളുണ്ട്. തർക്കം ഇവിടെ നിൽക്കട്ടെ. തനിക്ക് ആ കംസനോട് പ്രതികാരം ചെയ്യാനുള്ള ചങ്കുറപ്പുണ്ടോ? ഉണ്ട്, പക്ഷെ നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ തന്റെ കൂടെ ഉണ്ട്. കുറച്ചുകൂടി ചരിഞ്ഞ്, കുറച്ച് കൈ എടുത്ത് വെക്കേ. മിസ്റ്റർ പ്രേമൻ അകത്തുണ്ട്, വരൂ. കൈ ഒന്ന് വെക്കണ്ട. എടുത്തോ. ഹലോ ഡോക്ടർ. ഹലോ. എന്താണ് ഡോക്ടറെ കൂട്ടി ഈ വഴിക്കൊക്കെ? ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് എന്റെ ഡോക്ടറെ. അല്ല രേണു? ആ ജോണേ, നോക്കി നിൽക്കാണ്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്ക്. ഭാര്യയെ സൂചിപ്പിക്കാൻ ഇത്തരം ചില റൊമാൻസ് ഒക്കെ വേണം, അല്ല ഡോക്ടറെ? വന്ന കാലിൽ നിൽക്കാന്ന് വാന്ന്, നമുക്ക് ക്യാബിനിലിരിക്കാം. ഓക്കെ, ആ വാ. ജോണേ, നീ ഒന്ന് മാനേജ് ചെയ്തേ. അധികം ടച്ചിങ്സ് വേണ്ട. വരാവേ. ഇവന്റെ ഒക്കെ ഒരു ഭാഗ്യം, ലോകത്തുള്ള പെമ്പിളരൊക്കെ ഇവന്റെ ഭാര്യമാരാ. ഡോക്ടർ പറഞ്ഞ പ്രപ്പോസൽ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഇന്ന് വരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല ആഡ് ഫിലിം ഞാൻ ഡോക്ടർക്ക് ഓഫർ ചെയ്യുന്നു. ആ, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ രേണുവിനാ. പുള്ളിക്കാരത്തെയാണല്ലോ നമ്മളെ തമ്മിൽ പരിചയപ്പെടുത്തിയത്. അതെ അതെ, രേണുവുമായുള്ള ഈ പരിചയമാണല്ലോ എല്ലാറ്റിനും കാരണം, അല്ലേ രേണു? അത് ഞാനാണ്. ഡോക്ടർ ചെല്ലുന്നിടത്തൊക്കെ ഡോക്ടറെ നോക്കി ഓരോ കപ്പിൾസിന്റെ ഫോട്ടോസ് ഉണ്ടാവും. ഡോക്ടർ അന്ന് വീട്ടിൽ വന്നപ്പോ നിന്റെ ചേച്ചിയുടെയും ഹസ്ബൻഡിന്റെ ഫോട്ടോസ് ഉണ്ട്. ഇപ്പൊ ഇത് കണ്ട. ഈ സ്ഥാനത്തിന് ഓർക്കുന്നില്ലേ? ആശുപത്രിയിൽ വെച്ച് അമ്മയ്ക്കല്ലേ ആട്ടുകല്ലേ ആ പരസ്യത്തിന്റെ ജസ്റ്റ് ഫോർ എ ഡെമോൺസ്ട്രേഷൻ ഞാനിങ്ങനെ വെറുതെ വെച്ച് നോക്കായിരുന്നു. ഇതിന്റെ ലൈറ്റ് അപ്പ് പ്രശ്നമുണ്ടോ? കുഴപ്പമുണ്ടോ നോക്കി. നല്ല ഫോട്ടോസ് അല്ലേ? രേണു സൂക്ഷിക്കണം, ആളിത്തിരി ചുറ്റിക്കളെ. ഡോക്ടർ കരുതും പോലെയൊന്നും അല്ല എന്റെ ശ്രീമതി. എന്റെ പ്രൊഫഷനെ കുറിച്ച് ഇവൾക്ക് നല്ല ധാരണയുണ്ട്, അല്ലേ രേണു? ആ മിസ്റ്റർ, ഞാനൊന്ന് ഇറങ്ങട്ടെ. ബാക്കിയെല്ലാം പറഞ്ഞ പോലെ. പിന്നെ ശ്രീമതിയോട് നിർത്തണോ അത് ഞാൻ കൊണ്ടുവന്നിട്ട് തന്നെ ഡ്രോപ്പ് ചെയ്യണോ? എന്റെ ഡോക്ടർ ഇങ്ങനെ ധൃതി കൂട്ടല്ലേ. ഞങ്ങളുടെ കാർ വർക്ക്ഷോപ്പിലാ, നമുക്ക് ഒരുമിച്ച് പോവാന്നേ. പോണ വഴിക്ക് ഒരു കാപ്പി കുടിച്ച് പിരിയാം, അല്ലേ രേണു? ഡോക്ടർ മുന്നിൽ തന്നെ പഥ്യം തെറ്റിക്കണോ? ഷുഗർ അധികം കഴിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? എന്റെ ഡോക്ടറെ, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇത് തന്നെ പറഞ്ഞു ഞാൻ തോറ്റു. പറയുന്നതിനെതിരെ ചെയ്യൂ. പിന്നെ സ്നേഹമുള്ള ഭാര്യയായി പോയില്ലേ, എന്ത് ചെയ്യാനാ? എന്താ ഒന്നും മിണ്ടാത്തെ? മൗനം വിദ്വാന് ഭൂഷണമെന്നാ, പക്ഷെ അത് വിഡ്ഢിക്കായാലോ? അയ്യോ, ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാം. അപ്പുകുട്ടൻ തൽക്കാലം അങ്ങോട്ട് മാറിക്കോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം പ്ലീസ്. അപ്പുകുട്ട, അപ്പുകുട്ടൻ എന്താ ഇവിടെ? ഒന്ന് ഷേവ് ചെയ്യാൻ വന്നതാ. ഷേവ് ചെയ്യാനോ? റെസ്റ്റോറന്റ് എന്തിനാണോ വരുന്നതാ? ചായ കുടിക്കാനല്ലാതെ. അല്ല, വൈഫ് എവിടെ പോയി? വൈഫോ? വൈഫ് ബാത്റൂമിൽ പോയി. ഏത് വൈഫ്? ഒരു മിനിറ്റേ, അത് ഞാൻ അന്നത്തെ കാര്യം പറഞ്ഞു നോക്കി. പക്ഷെ സംഭവം എന്താ വെച്ചാല് ഇയാളെ പൊട്ടങ്ങൾ ഇവിടെ ഏതാണോ തന്റെ വൈഫ്? അത് പിന്നെ എന്താന്ന് വെച്ചാൽ ഈ ഏത് പിന്നെ ഒന്നും പറയണ്ട. തന്റെ ഭാര്യ പ്രസവത്തിന് പോയിരിക്കാന്നൊക്കെ എനിക്കറിയാം. പിന്നെ ഏതാണോ ഇപ്പൊ കൂടെയുള്ള വൈഫ്? അത് എന്താണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ പറഞ്ഞ ഇയാളെന്താ ബട്ടൺ സെറ്റ് കുടിക്കാൻ കൊല്ലാൻ പോവാണ്? അല്ല, അപ്പൊ കൂടെ ഞാൻ പറയുന്ന ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റാ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? അത് അപ്പുക്കുട്ടനോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പറഞ്ഞു നോക്ക്. ഒരുമിച്ച് ജീവിച്ച ഭാര്യ ഭർത്താവ് പ്രസവത്തിനാണെങ്കിലും കുറച്ചു നാളിങ്ങനെ പിരിഞ്ഞിരിക്കുമ്പോഴുണ്ടാവുന്ന ഒരു അവസ്ഥ, അത് അപ്പുക്കുട്ടൻ അറിയോ? അറിയില്ല. ആ അവസ്ഥക്ക് പരിഹാരമാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഏതാ ഈ അഡ്ജസ്റ്റ്മെന്റ്? ഈ അഡ്ജസ്റ്റ്മെന്റിന്റെ മുഖം അപ്പുക്കുട്ടൻ കണ്ട എന്നെ കുറിച്ചുള്ള സകല ഇമേജും അതോടെ പോകും. തന്നെ കുറിച്ച് അങ്ങനെ വലിയ ഇമേജ് ഒന്നും നേരത്തെ എന്റെ മനസ്സിലില്ല. ആ സ്ഥിതിക്ക് താനിപ്പോ ഒരു പുതിയ ഇമേജ് ഉണ്ടാക്കാനും പോണില്ല. ചായ ഞാൻ വേറെ ഹോട്ടലിൽ നിന്ന് കുടിച്ചോളാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
ഈ അഡ്ജസ്റ്റ്മെന്റിനെ കൊണ്ട് അങ്ങോട്ടൊന്നും വന്നേക്കരുത്. ഇത് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോണ്ടാ മതി. ഞങ്ങൾ കുറച്ച് അന്തസ്സുള്ളവർ താമസിക്കുന്ന സ്ഥലം അത്. രേണു ഇങ്ങനെ അറിഞ്ഞോണ്ടല്ലോ നിന്നെ ആ പഠിക്കാത്ത കയറാൻ സമ്മതിക്കില്ല. നാണമില്ലല്ലോടോ തനിക്ക്. വീട്ടിൽ തന്നെ ദൈവം പോലെ കരുതുന്ന ഒരു ഭാര്യ ഉള്ളപ്പോ. ചേറ്റ. അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞാൻ ട്രൈ ചെയ്യാം. അഡ്വാൻസ് പറ്റിയിട്ട് ജോലി ചെയ്യാതിരിക്കുന്നത് ചേർഷയ്ക്ക് ചേർന്നതല്ല. ഇന്നേതായാലും അവൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ചേർഷയ്ക്ക് ജാതിയില്ല, മതമില്ല, പക്ഷേ ഹിന്ദുവാണ്. എന്റെ കൂടെ കാറിൽ വന്നു വെച്ചപ്പോ എന്താ ഞാൻ പിടിച്ച് തിന്നോ? വാന്ന് ഞാൻ ഡ്രോപ്പ്. ഒന്ന് കൂടെ പോരോന്നാ. ഇത് ഞാനാ ചേർഷ. എനിക്കടിച്ച പറ്റും. പക്ഷെ എനിക്ക് എന്റെ സ്നേഹിതന്റെ ഭാര്യ നീ നിനക്കറിയോ? ഈ നിൽക്കുന്നതിന്റെ സ്വന്തം പെങ്ങളെ പോലെയാ. കാണിക്കുന്നതാ. ഓഹോ, ഇനി ഏരിയ കണ്ടുപോരുത്. പട്ടാപ്പാല് റോഡിലൂടെ സ്വന്തം പെങ്ങന്മാർക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റില്ലെന്ന് വെച്ചാ പിന്നെ അമ്മമാരെന്ത് ചെയ്യും? റോഡിൽ മുഴുവൻ പോവാലെ ശല്യോ. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിലോ? ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. നീ ഇത്രയ്ക്ക് നല്ലവനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അപ്പൊ കുട്ടാ, നമ്മൾ സ്വപ്നത്തെ പോലും വിചാരിക്കാത്തല്ലേ ഇവിടെ നടക്കുന്നത്, അല്ലേ രേണു? ഇതും കൂടി എടുത്ത വല്ലതും കുറയോ? ഇവിടുത്തെ സാരിയുടെ എണ്ണം കുറയും. ഓഹോ, അതൊരു പുതിയ അറിവാണല്ലോ. അതെ, ഇതിന് എത്രയാ? 2500 രൂപ. ഇത് കൊടുത്ത് നീയും കൂടെ വന്ന ഇതിൽ കൂടുതൽ വരാം. എന്ത്? എന്നാ? അല്ല, ഈ സാരി എന്റെ രുക്കു എടുത്തത് നല്ല ആർക്കൊന്നും ചൊല്ലിയതാ. ഇത് വാങ്ങണോ രുക്കു? ഇത് വില ரொம்ப ജാസ്തി. വില ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സാരി വേണം. ഈ കളർ മതി ഡാർലിംഗ്. அந்த ஆளு ஆமாண்ணா, பார்த்தா அவர் மாதிரியே இருக்கு. ஆனா அவர் இப்படி இந்த வேஷத்துல போய் பார்த்துட்டு வரலாமா? இப்ப வரா. வாண்ணா. എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ്. എവിടെയോ കണ്ടു നല്ല പരിചയം ഉണ്ടല്ലോ. അമേരിക്ക? ഞാൻ അവിടെ പോയിട്ടില്ല. മോശമായി പോയി. ലണ്ടനിൽ വെച്ചായിരിക്കും. ഞാൻ ഫോറിൻ കൺട്രീസ് ഒന്നും പോയിട്ടില്ല. പൂർ കൺട്രിമാൻ. ബൊംബായിൽ വെച്ചായിരിക്കും. അല്ല. എന്നാ പിന്നെ നിങ്ങളുടെ വീട്ടിൽ വെച്ചായിരിക്കും. യെസ്, ദ സെയിം ബെക്കർ. കാതലൻ? നോ, Thailand. ഇത്രയും പെട്ടെന്നൊരു ചേഞ്ച്? അല്ലറ ചില്ലറ മോഷണവും കുറച്ച് പിടിച്ചോറിയും പിന്നെ വധഭീഷണിയും. ഡിയർ, ആർ യു ഫിനിഷ് യുവർ പർച്ചേസ്? യെസ് ഡാർലിംഗ്. രുക്കു, ശാന്ത. അവളേതാ? ലാസ്റ്റ് വീക്കിലായിരുന്നു ഞങ്ങളുടെ മാരേജ്. റിസപ്ഷൻ വാസ് ഇൻ ഹോട്ടൽ താജ്. സാർ ബില്ല് വെരി ചീപ്പ്, ഓൺലി 4000 rupees. അട്ടെ, ഏത് കാർഡാണ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്? എനി കാർഡ് സാർ. ആന്റി, സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊക്കെ വരണേ. അങ്കിളോ? ഞാൻ അങ്ങളൊന്നുമല്ല. എന്നെ റുക്ക് ഇതെല്ലാം. ഓടി, നീ വാങ്ങണ.